സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ CBI നമുക്കറിയാം. സേതുമാധവൻ പിന്നെ എൻ്റെ അയ്യരുടെ കഥാപാത്രമൊക്കെ മമ്മൂട്ടിയുടെ CBI ഡയറി കുറിപ്പൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ CBI വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആവേശമാണ്. ഒരു കാലഘട്ടത്തിൽ CBI വളരെ വലിയ സ്ട്രോങ് സമിതിയായിരുന്നു. പിന്നെ അത് കൂട്ടിലടച്ച തത്തയാണെന്നും രാഷ്ട്രീയ എതിരാളികളെ നശിപ്പിക്കാനാണ് CBI കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരെ ആക്ഷേപത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ED വന്നപ്പോഴാണ്. കാര്യം ED ആയി ബാക്കി എല്ലാവരും പിറകെ നടക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ CBI അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പറഞ്ഞു വരുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തെ കീഴ്മേൽ മറിക്കാൻ CBI രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടതോ കേന്ദ്ര ഗവൺമെൻറ് വച്ചതല്ല എങ്കിൽ പിന്നെ അത് വലിയ രാഷ്ട്രീയ വിവാദമായേനെ. ഇപ്പോൾ BJP ഗവൺമെൻറ് അങ്ങനെ വച്ചിരുന്നത് വലിയ വിവാദമായേനെ. പക്ഷേ ഇത് അങ്ങനല്ല. ഇത് വന്നിരിക്കുന്ന സുപ്രീം കോടതി വഴിയാണ്. സുപ്രീം കോടതി കതിരൂരിലുണ്ടായ അപകടത്തെക്കുറിച്ച് സമഗ്രമായി CBI അന്വേഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സമഗ്രമായി അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ വെട്ടിൽ വീഴാൻ പോകുന്നത് ആരൊക്കെ? വെട്രിക്കഴകം പാർട്ടിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള സ്ഥാപകനായിട്ടുള്ള വിജയ്ക്ക് സൂപ്പർ നടൻ സൂപ്പർ നായകൻ ദളപതി അദ്ദേഹത്തിന് എതിരെ കേസ് എടുത്തിട്ടില്ല. അതേസമയം വെട്രിക്കഴകം പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ പ്രാദേശിക നേതാക്കൾ അവർക്കെതിരെ കേസ് എടുത്തിട്ടുമുണ്ട്. അപ്പം ഇളയ ദളപതിയുടെ പേരിൽ കേസില്ലാത്ത സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതേസമയം സ്റ്റാലിൻ ഗവൺമെൻറ്റിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി CBIയുടെ കണ്ടെത്തൽ വരുമോ എന്നുള്ളത് വളരെ വളരെ രസകരവും ഗുരുതരവുമായൊരു വിഷയമാണ്. കാരണം ഇതിനിടയിൽ തന്നെ തമിഴ്നാട്ടിൽ ചില വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് 10,000-10,000 പേർക്ക് മാത്രം നിൽക്കാവുന്നൊരു സ്ഥലമാണ് കൊടുത്തത്. 20,000-ലധികം ആളുകൾ ഇരിക്കുന്ന സ്ഥലം ഡിമാൻഡ് ചെയ്തിരുന്നു കത്തിലൂടെ. അങ്ങനെ കത്തിലൂടെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ CBI അത് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് കൂടുന്ന സ്ഥലം ചോദിച്ചിട്ട് കുറച്ചാളുകൾ കൂടുന്ന സ്ഥലം കളക്ടർ അല്ലെങ്കിൽ പോലീസ് സംവിധാനം അനുവദിച്ചു? വലിയൊരു ചോദ്യമാണ്. മൈക്ക് സംവിധാനം അനുവദിച്ചതിൽ കറണ്ട് പോയി ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയി സംസാരിക്കുമ്പോൾ കറണ്ട് പോയതിലൊക്കെ എന്ത് ഗൂഢാലോചനയാണ് നടത്തിയത്? ഇതിനിടയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റൊരു വാർത്ത വന്നത് വിജയ് തന്നെ കത്ത് കൊടുത്തു, ഇടയ്ക്ക് വെച്ച് കറണ്ട് പോവിക്കണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ കത്ത് കൊടുക്കാൻ സാധ്യത ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ കത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വേറൊരു വിവാദം വന്നു. എന്തായാലും അതുപോലെ തന്നെ അവിടുത്തെ പ്രാദേശിക MLAയുടെ ഒരു ഇടപെടൽ അതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് വലിയ ഒരാക്ഷേപം വന്നിട്ടുണ്ട്. അതിനേക്കാളൊക്കെ പ്രധാനം, നമ്മൾ സുഭാഷിതം ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഒരാളിട്ടിരുന്നു. അദ്ദേഹം ഈ സംഭവ ദിവസം കതിരൂരിലുണ്ടായിരുന്നുവെന്നും പ്രകടനം വന്ന് വിജയ് കൂടെ സ്റ്റേജിൽ വന്ന് വിജയ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ 8-10 പേർ മദ്യപിച്ചുകൊണ്ട് ചെറിയ പേനാക്കത്തിയുമായി ആ ഗ്രൂപ്പിൻ്റെ ഇടയിൽ കൂടി ആളുകളെ മുമ്പിൽ കത്തി വീശി കാണിച്ചൊരു ഭയ അന്തരീക്ഷം ഉണ്ടാക്കിയപ്പോഴാണ് ബാക്കിയുള്ളവർ ഓടിപ്പോയി. അതിലൂടെയാണ് അവിടെ ഒരു മോബിൻ്റെ ഇടയിൽ ഒരു വലിയ ക്രാക്ക് ഉണ്ടായി, വലിയ പ്രശ്നമുണ്ടായി, ആളുകൾ ഒരുപാട് മരിച്ചുപോയി 40 പേർ മരിച്ചുപോയി എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ സെന്തിൽ ബാലാജി എന്ന MLA ആണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തു എന്നൊരു ആക്ഷേപവും കിടപ്പുണ്ട്. അപ്പോൾ അതിനിടയിലാണ് മറ്റൊരു നല്ല രസകരമായ കാര്യം തമിഴ്നാട്ടിൽ നടന്നത്. ഈ വിജയ്യെ നമ്മുടെ അമിത്ഷാ വിളിച്ചു. ആദ്യം വിളിച്ചപ്പോൾ വിജയ് എടുത്തില്ല ഫോൺ. അദ്ദേഹം ഒരു പ്രതിഷേധം പോലെ എടുത്തില്ല. എന്നാൽ പിന്നെ കേൾക്കുന്ന വാർത്ത തമിഴ്നാട്ടിലെ പളനിസ്വാമിയും അതായത് ADMKയുടെ നേതാവും BJP നേതാക്കളും തമ്മിൽ വലിയ ചർച്ച നടന്നു. കേന്ദ്രത്തിൽ നിന്ന് BJP നേതാവ് സംസ്ഥാനത്ത് വന്നു. ഇവരെല്ലാം കൂടി ചർച്ച ചെയ്തവർ വിജയുമായി ചർച്ച നടത്തി. അങ്ങനെ എടപ്പാടി പളനിവേൽ നടത്തിയ ചർച്ചയുടെ കൂടെ അടിസ്ഥാനത്തിൽ വിജയ് ജനുവരി വരെ സമയം ചോദിച്ചിരിക്കുകയാണ്. നവംബർ ഡിസംബറും കൂടി 2 മാസം, ഒക്ടോബർ ഇപ്പോൾ ആയല്ലോ, ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ അദ്ദേഹത്തിന് ഈ കതിരൂരിൽ മരിച്ചവരുടെ വീടുകളിൽ പോയി സഹായം കൊടുക്കണം. ജനസമ്പർക്ക പരിപാടി കുറച്ച് നിർത്തിവച്ചിരിക്കുകയാണ് കതിരൂരിൽ വെച്ച്. അതിന് ബാക്കി സംസ്ഥാനത്ത് എല്ലായിടത്തും കൊണ്ടുപോകണം. നല്ല സുരക്ഷിത മാർഗ്ഗങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് എല്ലായിടത്തും അത് നടത്തണം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം BJPയുമായി അലയൻസ് ഉണ്ടാക്കാം, വേണമെങ്കിൽ അപ്പോൾ തീരുമാനിക്കാം, ജനഹിതം കൂടി അറിയും എന്നാണ് വെട്രിക്കഴകം പാർട്ടിയുടെ വിജയ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അതിനിടയിലാണ് CBI വന്നത്. അപ്പോൾ CBI വന്നപ്പോൾ കാര്യമെല്ലാം കീഴ്മേൽ മറിയുകയാണ്. ഇനിയിപ്പോൾ DMKയുടെയോ DMK ഗവൺമെൻറ്റിൻ്റെയോ കളക്ടറുടെയോ പോലീസിൻ്റെയോ നടപടികൾ മോശമായിരുന്നു, അതുകാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചു എന്ന് വല്ല റിപ്പോർട്ട് വന്നാൽ അത് വലിയ പ്രതിരോധത്തിലാകാൻ പോകുന്നത് DMK സർക്കാരാണ്. അങ്ങനെ ഒരു പ്രതിരോധം കൊണ്ടുവരാനുള്ള തെളിവുകൾ CBI ശേഖരിച്ചാൽ അടുത്ത വിവാദം വരാൻ പോകുന്നത് BJP ആണ് ഇതെല്ലാം CBI കൊണ്ട് ചെയ്യിച്ചത് എന്നൊരു വിവാദവും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് തമിഴ്നാട് രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ ഒരു CBIയുടെ വരവ് കൊണ്ട് അവിടുത്തെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? ഈ കണ്ടുപിടിക്കപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ CBI കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങൾ ഏത് പാർട്ടിക്കാണ് അല്ലെങ്കിൽ ഏത് മുന്നണിക്കാണ് ഗുണം ചെയ്യുക? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളാണ് തമിഴ്നാട് രാഷ്ട്രീയം ഉയർത്തുന്നത്. എന്തായാലും CBI തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞു. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി കേസ് പരിശോധിക്കാനും തെളിവെടുപ്പ് നടത്താനും സാധ്യതയുണ്ട്. സുപ്രീം കോടതിയുടെ നിരീക്ഷണം കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ പെട്ടുപോകുന്നത് സ്റ്റാലിനാണോ DMKയുടെ, അതോ BJPയും അല്ലെങ്കിൽ മറ്റ് പാർട്ടികളും ഓപ്പറേറ്റ് ചെയ്തതായിട്ട് തോന്നുമോ? ഇതൊന്നുമല്ല. ആളുകൾ ഒരുപാട് മരിക്കണമെന്ന് ആഗ്രഹമില്ലെങ്കിലും ഒരു കലാപവും ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി ഒരു സിമ്പതി ഫാക്ടർ വർക്കൗട്ട് ചെയ്യണമെന്ന് വിജയ് ആഗ്രഹിച്ചിരുന്നോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, കൃത്യമായ ചോദ്യങ്ങൾ തമിഴ്നാട് രാഷ്ട്രീയം ഉയർത്തുന്നുണ്ട്. എന്തായാലും കതിരൂരിലെ വിഷയം CBI ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിനടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പുകൾ അടുത്ത ദിവസങ്ങൾ നടക്കും. ഏത് സാഹചര്യത്തിലാണ് അവിടെ ഇത്രയും പേർ മരിച്ചത്? എന്തുകൊണ്ട് അവിടെ ഒരു പ്രാദേശിക നേതാവ് ആത്മഹത്യ ചെയ്തു? കാരണം അദ്ദേഹം എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിന് ധാർമ്മിക ഉത്തരവാദിത്വം കൊണ്ടത്. പക്ഷേ അതാണോ? അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിനെ ഇനി കൊന്നതാണോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതാണോ? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഈ 40 വീടുകളിൽ ആളുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് 10 ലക്ഷം രൂപ വെച്ച് സ്റ്റാലിൻ കൊടുക്കുന്നു, MK സ്റ്റാലിൻ കൊടുക്കുന്നു, 20 ലക്ഷം രൂപ വെച്ച് വിജയ് കൊടുക്കുന്നു. അപ്പോൾ 30 ലക്ഷം രൂപ അവർക്ക് കിട്ടും. തമിഴ്നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. ആൾ മരിച്ചു, അത് വിഷയം. പക്ഷേ പൈസ കിട്ടുന്നു എന്നുള്ളൊരു സന്തോഷം വീട്ടുകാർക്ക് ഉണ്ടാവാമല്ലോ. സ്വാഭാവികമായിട്ട് പണമാണല്ലോ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ട്. ആളിന് പകരം വെക്കാൻ പണമാവില്ല എന്നുള്ളത് തീർച്ചയായിട്ടും 30 ലക്ഷമോ 40 ലക്ഷമോ 50 ലക്ഷമോ എത്ര 1 കോടി കൊടുത്താലും ആളിന് പകരം വെക്കാൻ പറ്റത്തില്ല. ആളിന് പകരം ആൾ തന്നെ വേണം. പക്ഷേ പ്രധാന പ്രശ്നം അതല്ല, ഇവർ കുറേ പണം കൊടുക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും എന്തായാലും തമിഴ്നാട്ടിൽ CBIയുടെ വരവോടുകൂടി തമിഴ്നാട് രാഷ്ട്രീയം മറ്റൊരു തലത്തിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ആരൊക്കെയാണ് CBIയിൽ വീഴുക എന്ന് നമുക്കറിയില്ല. CBI ബയാസ്ഡ് ആകുമോ, പക്ഷപാതപരമായി പ്രവർത്തിക്കുമോ, BJPക്ക് അനുകൂലമായി നിൽക്കുമോ എന്നൊന്നും ഇപ്പം നമുക്കറിയത്തില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തമിഴ്നാട്ടിലെ BJPയുടെ ഭാവിയും DMKയുടെ ഭാവിയും ADMKയുടെ ഭാവിയും വെട്രി കഴകം പാർട്ടിയുടെ ഭാവിയും എല്ലാം നിർണ്ണയിക്കുന്നതിൽ CBIക്ക് അതിനിർണായകമായ പങ്കുണ്ടായിരിക്കും.